ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞങ്ങൾ അടിപൊളി കിടുക്കാച്ചൊരു മാങ്ങാച്ചാറാണ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എൻ്റെ ഇക്കാട് ഉമ്മാണ്. അതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇപ്പൊ കളറിന് വേണ്ടി. പിന്നെ അതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്ന പോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ മാങ്ങായും ഉപ്പും കൂടി ഇട്ട് ഒരു 2 hours മുമ്പ് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വളരെ സിമ്പിളുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ വിനാഗിരി ചേർത്തിട്ടില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാർ എത്ര നാൾ വേണമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. കേട് കൂടാതെ സൂക്ഷിക്കാം വെളി വെച്ച്. അപ്പൊ എല്ലാവരും ഇതുപോലെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം കേട്ടോ.